എന്തൊക്കെ ചെയ്തിട്ടും താരൻ വിട്ടുമാറാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ ഈ 3 കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. 1. താരൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമല്ലാത്തതുകൊണ്ടാണ്. ഇതിനായി ദിവസവും വെറും വയറ്റിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നെല്ലിക്കയും കൂടെ ജ്യൂസ് അടിച്ച് കുടിക്കുക. ഇത് നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമാക്കാനും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറന്തള്ളാനും ഹെൽപ്പ് ചെയ്യും. 2. 1 ടീസ്പൂൺ ത്രിഫല പൗഡറും 1 ടീസ്പൂൺ ആര്യവേപ്പില പൊടിയും കൂടെ കുറച്ച് മോരിൽ ഓവർനൈറ്റ് മിക്സ് ചെയ്ത് വെക്കുക. ഇത് പിറ്റേന്ന് കുളിക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ ആയിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇത് നമ്മുടെ തലയോട്ടിയിൽ താരനുണ്ടാക്കുന്ന മലാസീഷ്യ ഫംഗസിനെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനും ബെസ്റ്റ് ആണ്. 3. താരനുള്ള മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് തെറ്റായ ഹെയർ ഓയിൽസ് യൂസ് ചെയ്യുന്നത്. ഹെയർ ഓയിൽസ് പ്രധാനമായിട്ടും 2 ടൈപ്പ് ഉണ്ട്. ശീതവീര്യ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഹെയർ ഓയിൽസും ഉഷ്ണവീര്യ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഹെയർ ഓയിൽസും. ഇതിൽ ശീതവീര്യ ഇൻഗ്രീഡിയൻസ് അടങ്ങിയുള്ള ഹെയർ ഓയിൽസ് ആണ് നമ്മൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഫാൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഡാൻഡ്രഫിന് അത്ര എഫക്റ്റീവ് അല്ല. ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് ഉഷ്ണവീര്യ ഗുണമുള്ള ദന്തപാല, ആര്യവേപ്പില, തുളസി പോലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഹെയർ ഓയിൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ താരന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.